ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യന്റെ പ്രിയദിനം ആഘോഷമാക്കി ഭക്തലക്ഷങ്ങൾ. തൈപ്പൂയത്തോടനുബന്ധിച്ച് മുരുകക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കാവടി ഘോഷയാത്രയും നടന്നു. ഭക്തലക്ഷങ്ങൾ പങ്കെടുത്ത ക്ഷേത്ര ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി അഗ്നികാവടിയും. ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാൾ. തൈമാസത്തിലെ പൂയം നക്ഷത്രമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. തലസ്ഥാനത്ത് വിവിധ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകളും പൂജകളും നടന്നു. മേജർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് ഗൗരീശപട്ടം ക്ഷേത്രത്തിൽ നിന്നുള്ള കാവടി ഘോഷയാത്ര എത്തിയതിന് പിന്നാലെ അഗ്നിക്കാവടിക്കളത്തിൽ ആറാടി ഭക്തർ. തിരഞ്ഞെടുത്ത 3 ഭക്തരാണ് അഗ്നിക്കാവടിയുടെ ഭാഗമായത്. തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന എരുത്താവൂർ ക്ഷേത്രം ഉൾപ്പെടെ തലസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് തൈപ്പൂയ ദിവസം നടന്നത്. ജനം, തിരുവനന്തപുരം.